പിന്നെ അല്ലാണ്ട് ഇല്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും വന്ന് കാണാം. പിന്നെ കിടിലം പിന്നെ അല്ലാണ്ട് ഫുള്ള്. കാരണം അവസാനം ക്ലിഫ് ഹാങ്ങർ ഒക്കെ ആണല്ലോ. മറ്റേ ടൊവിനോട് അടിപൊളിയായിരുന്നു. ദുൽഖറിന് അവസാനം വെച്ചപ്പോ എന്റെ പൊന്നു അടിപൊളി രോമാഞ്ചൊക്കെ കയറുന്നത്. അതിലൊക്കെ പുതിയൊരു ടൈപ്പ് ഓഫ് മൂവിയാണ് എന്ന് പറയാ. ആദ്യത്തെ 30 മിനിറ്റ് ഒന്നും മനസ്സിലാവില്ല, പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ളും ട്വിസ്റ്റും ടേണുമാണ്. പണ്ടത്തെ മിത്തൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയണ ഈ യൂസ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമില്ല, അടിപൊളി സാധനം, മസ്റ്റ് വാച്ച് സത്യം പറയല്ലോ. പിന്നെ ഇത് സീരീസ് പോലത്തെ സിനിമയാണല്ലോ, ചാപ്റ്റർ 1 അങ്ങനെയൊക്കെ. ഇവിടത്തെ എല്ലാവരും ചെറിയ ചെറിയ ഷോട്ടായിരുന്നു കാണിച്ച, അത് കിടിലം പടമായിരുന്നു. ലാസ്റ്റ് ഒക്കെ പൊളി. ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ തീരുന്നു, പക്ഷെ തീർന്നില്ല. നല്ല കിടിലം പടമായിരുന്നു. പിന്നല്ല അവിടെ നമ്മളെ എന്താണ് സൗബിനൊക്കെ പെട്ടെന്ന് പോയി, പക്ഷെ കുറച്ചും കൂടി വേണമായിരുന്നു. പക്ഷെ കിടിലായിരുന്നു. പിന്നല്ലാണ്ട് കിടില സിനിമ. പിന്നെ പക്ഷെ പെട്ടെന്ന് ഇടക്കിടക്കും എന്താണ് തലക്കോ അതിലൊക്കെ കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ കിടിലം ഒന്നും പറയാല്ല, കിടില സാധനം. പിന്നെ ഇറങ്ങി നമ്മ എന്തായാലും വരും, ഉറപ്പാണ്. കിടില സിനിമ. ഇതേപോലെ സിനിമ ഒരിക്കലും കണ്ടിട്ടില്ല. നല്ല പടം കേട്ടോ, സൂപ്പർ. നല്ല ആക്ടിങ്, നല്ലൊരു അവസരം അവർക്ക് കൊടുത്തു. നല്ല പടമായിരുന്നു, പൊള്ളിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇൻട്രസ്റ്റ് ആയിട്ട് കാണാനുള്ള എല്ലാം ഉണ്ടായിരുന്നു. നല്ലായിരുന്നു. ഇല്ല, അത് ആദ്യമായിട്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ആദ്യമായിട്ടാണ്. നല്ല പടമാണ്, സൂപ്പർ. ഇല്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും. നല്ല തമാശയും എല്ലാം ഉണ്ട് അതിനകത്ത്. ഇത്രയും തിരക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം സീറ്റ് ഫുള്ളായിരുന്നു, ആൾക്കാർ മുഴുവനും. എന്തായാലും നല്ല സിനിമയാണ്. ഈ സൂപ്പർ ഹീറോ പടങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഹൗസ്ഫുള്ളാണ്. അതെ, എല്ലാം നല്ലായിരുന്നു, നന്നായിട്ടെടുത്തിട്ടുണ്ട്. മാർവൽ ഫിലിംസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഡെഫിനറ്റ്ലി പിക്ചർ അതും ഇവിടെ തന്നെ കാണുന്നത് വളരെ. ഞാൻ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇങ്ങനെ